വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അമേരിക്കൻ തുർക്കി പൗര ഐഷനൂർ റിസ്കിയുടെ കൊലപാതകത്തിൽ തുർക്കി അന്വേഷണം ആരംഭിച്ചു. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യത്തിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഐഷനൂർ റിസ്കിയുടെ ഡെഡ് ബോഡി തുർക്കിയിലേക്ക് കൊണ്ടുവന്നു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ ഐഷനൂർ ഇസ്കിയെ ഇസ്രായേൽ സേന വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പടിഞ്ഞാറൻ തുർക്കിയിലെ അവളുടെ ഹോം ടൗൺ ആയ ഡെനിമിൽ ശനിയാഴ്ച ശവസംസ്കാരം നിർവഹിക്കുന്നു. ഐഷനൂർ ഇസ്കിയുടെ പിതാവ് പറഞ്ഞത് തുർക്കിയുടെ പ്രഖ്യാപനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും എന്നാൽ അമേരിക്കയിൽ നിന്നും ഇതുപോലെയൊരു അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുമാണ്. അവൾ അമേരിക്കയിൽ നിന്നും ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെയാണ് നേടിയത്. സാമ്പത്തികമായി പറഞ്ഞാൽ അവൾ നല്ല നിലയിലായിരുന്നു. അവൾ വിവാഹിതയായിരുന്നു. അവൾക്ക് സുഖസുന്ദരമായി ജീവിതം നയിക്കാമായിരുന്നെങ്കിലും സ്വന്തം മാർഗദർശനത്തിന്റെ പ്രേരണയാൽ അവൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചാണ് അവൾ പോയത്. ഇതുപോലെ സ്വന്തം ജീവിതത്തിന് പോലും വില കൽപ്പിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും ഉള്ളതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സമാധാനം. അല്ലായിരുന്നെങ്കിൽ അമേരിക്കൻ പൗരത്വമുള്ള തുർക്കിക്കാരി ഐഷനൂർ റിസ്കി എന്ന ആക്ടിവിസ്റ്റിന് മിഡിൽ ഈസ്റ്റിൽ വന്ന് ഫലസ്തീനു വേണ്ടി ശ്രദ്ധിക്കാനും ജീവത്യാഗം ചെയ്യാനും എന്താവശ്യമാണുള്ളത്? ഫലസ്തീന് വേണ്ടി, ഗസയ്ക്ക് വേണ്ടി ഒരു തുള്ളി ചോരയെങ്കിലും നൽകുക എന്നത് അവരുടെ ജീവിത ലക്ഷ്യമായിരിക്കാം. വെള്ളിയാഴ്ചയിലും ഇസ്രായേലിന്റെ നരനായാട്ടിൽ ഗസയിൽ 20-ലധികം നിരപരാധികൾ മരിച്ചു വീണു. സദൻ ഗസയിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഒരേ അഭയാർത്ഥി ക്യാമ്പിൽ തന്നെയാണ് ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണം നടത്തുന്നതും പാവം ഫലസ്തീനികളെ ക്രൂരമായി കൊല്ലുന്നതും. ഓരോ ദിവസവും ഗസയിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളുടെ കണക്കുകൾ പറയുന്നു എന്നല്ലാതെ കൊന്നൊടുക്കുന്ന പ്രക്രിയയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. എന്തിനാണ് ഈ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് തന്നെ ഇപ്പോൾ ഉത്തരമുണ്ടാവുകയില്ല. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളുക എന്നതിലുപരി ഈ പ്രവൃത്തിക്ക്, ഈ യുദ്ധത്തിന് മറ്റു യാതൊരു അർത്ഥവുമില്ല. പ്രതികരിക്കാൻ ആളില്ലാത്തവന്റെ മണ്ണിൽ കയറി വെറുതെ ബോംബിട്ട് കൂട്ടുക, അവിടെ പുഴുക്കളുടെ വില പോലുമില്ലാത്ത മനുഷ്യജീവികൾ പിടിഞ്ഞു വീഴുക, അതിലപ്പുറം ഇസ്രായേലിനോ മറ്റു ലോകരാജ്യങ്ങൾക്കോ ഈ യുദ്ധത്തിന് ഒരു ഉത്തരം നൽകാനാവില്ല. ആയുധമെടുത്ത് പോരാടുന്നവർ എന്നെയാണ് കൊന്നുകളയുന്നതെങ്കിൽ അതിനർത്ഥമുണ്ടായിരുന്നു. ഇവിടെ കൊന്നുതള്ളുന്നത് മുഴുവൻ ഭക്ഷണവും മരുന്നും വെള്ളവുമില്ലാതെ മൃതപ്രായരായ മനുഷ്യജീവികളെയാണ്. ആണും പെണ്ണും കെട്ട ലോകരാജ്യങ്ങൾ കണ്ണും കാതുമടച്ച് ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പോലെ മൗനവൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഈ അനീതിക്കെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പ്രതിരോധിക്കാനുള്ള ശക്തിയോ ആയുധമോ ഇല്ല. യുദ്ധവറിമുത്ത ഇസ്രായേൽ എന്ന അധമരാജ്യത്തെ അമർച്ച ചെയ്യാൻ നീതിബോധമുള്ള ഒരു രാജ്യവും ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് അവശേഷിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടം തന്നെയാണ്.